മോഷണക്കുറ്റം ആരോപിച്ച് 6ാം ക്ലാസ്സുകാരനെ ബോർഡിംഗ് സ്കൂളിൽ തലകീഴായി കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ ശ്രമിച്ച സംഭവം കേരളത്തിന്റെ പൊതുബോധത്തിന് വലിയൊരു ആഘാതമായി മാറിയിരിക്കുകയാണ്. പുനലൂർ വെട്ടിത്തിട്ടയിലെ ലിവിംഗ് വാട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി എന്ന സ്ഥാപനത്തിൽ അരങ്ങേറിയ ഈ ക്രൂരത കുട്ടികളുടെ സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന നിയമസംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കുന്നതാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് വാർഡൻ ടോം, പാചകക്കാരൻ ബിജു കുര്യൻ എന്നിവരെ പുനലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുട്ടികൾക്ക് സുരക്ഷിതമായ താവളമാകേണ്ട ബോയ്സ് ഹോമുകൾ കൊലക്കളങ്ങളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. വെറും 500 രൂപയുടെ പേരിൽ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത ഒരു കുഞ്ഞിനെ കാലിൽ കയറുകെട്ടി ഫാനിന്റെ ഹൂക്കിൽ തലകീഴായി തൂക്കിയിടാൻ മുതിർന്നവർക്ക് എങ്ങനെ തോന്നുന്നു എന്നത് കേരളീയ സമൂഹം ഗൗരവമായി ആലോചിക്കേണ്ട വിഷയമാണ്. ഇതൊറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. മറിച്ച് ഇത്തരം സ്ഥാപനങ്ങളിൽ നടക്കുന്ന അധികാര ദുർവിനിയോഗത്തിന്റെ ക്രൂരതയുടെയും ആഴമാണ് വെളിപ്പെടുത്തുന്നത്. അവധിക്കാലത്ത് വീട്ടിലെത്തിയ കുട്ടി അസ്വാഭാവികമായ രീതിയിൽ പെരുമാറുന്നത് ശ്രദ്ധിച്ച മാതാപിതാക്കൾ നിർബന്ധിച്ച് ചോദിച്ചപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നത്. പാചകക്കാരന്റെ പണം മോഷ്ടിച്ചു എന്നാരോപിച്ച് തന്നെ തലകീഴായി തൂക്കിയെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നും കുട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പണം എടുത്തിട്ടില്ലെന്ന് കുട്ടി ആവർത്തിച്ചിട്ടും വാർഡനും പാചകക്കാരനും കേൾക്കാൻ തയ്യാറായില്ല. നോക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഹോസ്റ്റലിൽ വിട്ട് പഠിപ്പിച്ച കുട്ടിയെയാണ് ഇവർ മൃഗീയമായി ഉപദ്രവിച്ചത്. സംഭവം നടന്നത് സത്യമാണെന്ന് വരണമെങ്കിൽ തന്നെ അതിനെ ലഘൂകരിക്കാനുള്ള സ്ഥാപന മേധാവികളുടെ ശ്രമം ലജ്ജാകരമാണ്. വിരട്ടാൻ വേണ്ടി കാലിൽ കെട്ടി എന്ന വിചിത്രമായ ന്യായീകരണമാണ് സ്ഥാപന നടത്തിപ്പുകാരൻ പ്രിൻസ് ഉയർത്തുന്നത്. മദ്യപാനിയായ ഒരാളെ പാചകക്കാരനായി നിയമിച്ചതും സംഭവത്തിന് ശേഷവും ഇയാൾ സ്ഥാപനത്തിൽ തുടരാൻ അനുവാദം നൽകിയതും ഗുരുതരമായ വീഴ്ചയാണ്. നാട്ടുകാരുടെ കനത്ത പ്രതിഷേധമാണ് പുനലൂരിൽ അരങ്ങേറുന്നത്. സ്ഥാപനം അടച്ചുപൂട്ടണമെന്നും പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. വെറും അറസ്റ്റിൽ ഒതുങ്ങാതെ ഇത്തരം ഹോമുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കാൻ കർശനമായ മാനദണ്ഡങ്ങൾ ഇനിയും കൊണ്ടുവരേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അനാഥരും പാവപ്പെട്ടവരുമായ കുട്ടികൾ ഇത്തരം കാടത്ത കേന്ദ്രങ്ങളിൽ ഇനിയും ഇരകളാക്കപ്പെടും. കേരളത്തിന്റെ വിദ്യാഭ്യാസ മാതൃകകൾക്കും ശിശുസംരക്ഷണ അവകാശവാദങ്ങൾക്കും മുന്നിൽ ഈ സംഭവം ഒരു വലിയ കരിനിഴലായി നിൽക്കുന്നു. പരിഷ്കൃത സമൂഹമെന്ന് അവകാശപ്പെടുന്ന നമുക്ക് ഈ വാർത്ത കേവലം ഒരു ക്രൈം റിപ്പോർട്ടല്ല, മറിച്ച് ഒരു വലിയ അപമാനമാണ്.